അച്ചാറില്ലാത്ത എന്ത് വിഷുസദ്യ അല്ലേ? അതും നല്ലൊരു കടുമാങ്ങാച്ചാറിന്റെ റെസിപ്പി ആയാലോ. അതും വീട്ടിലുണ്ടായ മൂവാണ്ട മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ആദ്യം നന്നായിട്ടൊന്ന് കഴുകി നന്നായിട്ട് വെള്ളം എല്ലാം കളഞ്ഞ് തുടച്ച് തൊലിയോടുകൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കല്ലുപ്പിട്ട് നമുക്ക് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ ഇതിലെ വെള്ളം എല്ലാം ഇങ്ങനെ ഇറങ്ങി വരും. ഇനി ഉലുവായും കടുകും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ച് മാറ്റി വെക്കാം. ഇതിൽ 1 സ്പൂണേ ആവശ്യമുള്ളൂ, ബാക്കി നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് നല്ല കളറുള്ള കാശ്മീരി ചില്ലി പൗഡറാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മദേഴ്സിന്റെ കാശ്മീരി ചില്ലി പൗഡറാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ പ്രോഡക്റ്റും അടിപൊളിയാണ്, നല്ല കളറും ഉണ്ട്. ഇനി ഒരു പാനിൽ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കടുകും ഉലുവയും പൊട്ടിച്ച് നീളത്തിൽ അരിഞ്ഞ വെളുത്തുള്ളിയും കുറച്ച് മാത്രം ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചേർത്തിളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടൊന്ന് അഡ്ജസ്റ്റ് ആയി വരുമ്പോൾ വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വറുത്ത് പൊടിച്ചു വെച്ച പൊടിയും കായ്പ്പൊടിയും വിനാഗിരിയും ചേർത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളമൊക്കെ ഊർന്നരിഞ്ഞു വെച്ചിരിക്കുന്ന ആ മാങ്ങ ഇട്ട് കൊടുക്കാം. ഈ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കിയ അടിപൊളിയായിട്ടുള്ള കടുമാങ്ങാച്ചാർ റെഡി.